ഹലോ, നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? പിന്നെ ഇന്നലെ എൻ്റെ വീട്ടിലെ കൂട്ടക്കരച്ചിലായിരുന്നു. എൻ്റെ വീടെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ജോലി ചെയ്യുന്ന വീട്ടിലിട്ടാ. ഇന്നലെ ഒരു 4-4:30 ആകുമ്പോഴേ ഇങ്ങനെ ഇവിടെ മൊത്തം 3 കുട്ടികളാണ്. അതിൽ ഒന്നിപ്പോൾ മറ്റെന്താ പറയുക, ഒന്ന് പ്രസവിച്ച ചെറിയ കുട്ടിയാണ്. ഇപ്പോൾ ഒരു 3 മാസം ആയിട്ടില്ല. അപ്പോൾ മൂത്തൻ്റെ താഴെ നടുക്കഷ്ണമായിട്ട് ഒന്നുണ്ട് ചെറുത്. അതിനാകെ 2 വയസ്സാകണുള്ളൂ. ഇവിടെ ഇങ്ങനെ കൂട്ടക്കാച്ചിൽ നോക്കുമ്പോൾ എന്താ സംഭവം കയറില്ല. അത് മൂത്ത വന്നിട്ട് പറഞ്ഞ് സർഫുദ്ദീൻ താനി കുട്ടിയുടെ പേര് ചെറുതിൻ്റെ രണ്ടാമത്തേൻ്റെ താനിന്ന് പേര്. അപ്പോൾ മാഫിഷു കാണാല്ല തമാസ്ക വെച്ച് ഇവിടെ കളിക്കേണ്ട വിചാരിച്ചു. പിന്നീട് നോക്കുമ്പോണ്ട് പണിക്കാത്തികൾക്ക് കൂട്ടക്കരച്ചിൽ. ഈ പേസുകാരുടെ കാര്യം അറിയാമല്ലോ, അവർ ജനിക്കുകയാണെങ്കിൽ ഹാ ചുരുക്കും, കരയാണെങ്കിലും ലോകം മൊത്തം അറിയും. ആദ്യം കരച്ചില്ല അവരെ. സംഭവം എന്ന് പറഞ്ഞില്ല, ചെറുതിനെ മിസ്സായി. ചെറുതിനെ കാണാനില്ല. കാരണം ഇവിടെ കളിക്കണ സമയത്ത് കുട്ടി കാപ്പിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഡോറ് തുറന്നിട്ട് കിച്ചണിൽ പോകുമ്പോൾ കുട്ടി കുഞ്ഞാല പോയി. കാരണം എന്തോന്ന് അറിയില്ല, ഇതിന് മെയിൻ ഡോറ്, പുറത്തെ ഡോറും സാധാരണ പുറത്ത് പോകുമ്പോഴൊക്കെ കാറ്റുള്ള കാരണം അങ്ങനെ ചെറുങ്ങനെ ഇൻ്റർലോക്ക് തുറന്നിടും. സംഭവം ഒന്നും പറയണ്ട, സാധനം കാണാനില്ല. ഒരു മണിക്കൂറായിട്ട് കാണില്ല. കൂട്ടക്കാച്ചിൽ. അപ്പം തന്നെ ഞാൻ തന്നെ വണ്ടി എടുത്ത് പോകുമ്പോൾ ചെക്കൻ കാഫിയിൽ വിളിച്ച് ജോജൊന്ന് തുറഞ്ഞോട്ടെ എങ്ങോട്ട് പോയെന്ന് പറഞ്ഞു. ചെറിയ കുട്ടിയല്ലേ, നല്ല ചൂടുണ്ട്. കുട്ടി ഇവിടുന്ന് ഇങ്ങോട്ട് പോയിട്ട് മാക്സിമം 1 കിലോമീറ്റർ. ഞാൻ വണ്ടിയായിട്ട് ഇങ്ങനെ പോകുമ്പോൾ 1 കിലോമീറ്റർ കഴിക്കുമ്പോൾ ഇതിൻ്റെ അവിടെ ഇവിടെ തൊട്ടടുത്ത് വില്ലുണ്ട്. ആ വില്ലിൻ്റെ മുന്നിൽ കുട്ടീനെ ആരും തടഞ്ഞു നിൽക്കുക. 2-3 മലയാളികൾ. എല്ലായിടത്തും മലയാളികൾ തന്നെയല്ലേ, എല്ലായിടത്തും മലയാളികളെ സഹായിക്കുന്നത്. അപ്പോൾ 2 മലയാളികൾ കുട്ടീനെ തടഞ്ഞ് കുട്ടീനെ എടുത്തിട്ട് കുട്ടിക്ക് വെള്ളം കൊടുക്കുക. അപ്പം അപ്പോഴാണ് ഞാൻ ചെല്ലുന്നത് അവിടെ. അപ്പോൾ എന്താ പ്രശ്നം എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും എന്താണെന്ന് അറിയില്ല. ഡോറ് ഈ പണിക്കാർത്തിയുള്ള ശ്രദ്ധ പോലെ അശ്രദ്ധല്ലേ, ഇവർക്ക് ഇങ്ങനെ നമ്മൾക്കൊരു ഫോണല്ലേ. അങ്ങനെ സംഭവം കുട്ടീനെ കിട്ടി. ഓൻ അറബി കുളിച്ച് എന്താ കാരണം ചെയ്യപ്പോൾ എന്താ അറിയില്ല, പഠിക്കാത്തയാളും മിസ്റ്റേക്ക് ആകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഓൻ്റെ കൂടെ പോയിക്കൊന്ന് വിട്ടാൽ കുട്ടീൻ്റെ കൂടെ ഓനും കൂടെ വന്നിട്ട് വീട്ടിൽ ഉണ്ടാക്കി നോക്കുമ്പോൾ കുട്ടീനെ കെട്ടിപ്പിടിക്കലും അവിടുത്തെ കാഫിയിൽ വരുമൊന്നും പറയണ്ട. നമുക്ക് തന്നെ വിഷമം തോന്നും. ഒന്നും പറയണ്ട. എന്തായാലും ശ്രദ്ധിക്കുക, വീട്ടിൽ നിൽക്കണവർ ശ്രദ്ധിക്കുക. കാരണം ഓൻ പറഞ്ഞു ഒന്ന് കിട്ടി വെച്ചു. കുട്ടിയുടെ സൗണ്ട് കേട്ടപ്പോൾ ഓനക്ക് സമാധാനമായി. ഓനും കരയിൽ തന്നെയാണ്, എല്ലാവരും കരച്ചിലാണ്. ചെറിയ കുട്ടിയല്ലേ, ആകെ 2 വയസ്സാവണുള്ളൂ, 2-2.5 വയസ്സായിട്ടുള്ളൂ. ഒന്നും പറയണ്ട. അതിന് പണിക്കാരത്തിന് പറയാത്തൊന്നുമില്ല. വണ്ടി കയറിൽ 24 മണിക്കൂർ ഫോൺ. സ്കൂളിൽ പോകുമ്പോഴൊക്കെ കുട്ടി 24 മണിക്കൂർ ഫോണാണ് ഇവർ. കാരണം കുട്ടിയോട് ശ്രദ്ധിക്കില്ല. കാരണം ഇവർക്ക് ബോയ് ഫ്രണ്ട് ആണല്ലോ. 24 മണിക്കൂർ എടുക്കുമ്പോൾ തിന്നുമ്പോൾ പറയുമ്പോഴൊക്കെ ചാറ്റിങ്ങാണ്. ഒരിക്കൽ 1-2 തവണ ഞാൻ വാണിയും കൊടുത്താണ്. കാഫിലിനോട് പറഞ്ഞു ഇനി മുമ്പാലത്തെ ഡോർ തുറന്നു, ഇനി തുറന്നു കഴിഞ്ഞാൽ അന്നാ കുറ്റം പറഞ്ഞിട്ടുള്ളതാണ്. അടുത്ത് ചെങ്ങായി പ്രാന്തായി. അപ്പോൾ എന്തായാലും എനിക്ക് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഹൗസ് ഡ്രൈവർമാർ നിൽക്കണ എല്ലാ ആൾക്കാരും ശ്രദ്ധിക്കാൻ വെക്കണ. കാരണം ഈ കുട്ടീനെ കാണാനില്ല എന്ന് പറഞ്ഞു. ഞാൻ ആദ്യം പോയി നോക്കി അവിടെ വെച്ചിട്ടാ. ആദ്യം ഞാൻ പോയി നോക്കി വണ്ടർ അടിയിലാണ് പോയി നോക്കി. കാരണം മാക്സിമം അങ്ങനെ ചെയ്യണം. വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിയുടെ അകത്ത് തേടിയിട്ട് കുട്ടീനെ എവിടെയും കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ മാഡത്തിൻ്റെ വണ്ടിയുടെ ആദ്യം നോക്കി. ആ മാഡത്തിൻ്റെ വണ്ടി അകത്താണ്. പിന്നെ രണ്ടാമെന്ന് പറഞ്ഞാൽ എൻ്റെ വണ്ടി പുറത്ത് പറയാം, ക്രൂയിസർ അറിയാലോ, അത്രക്കും വെയിറ്റുള്ള വണ്ടിയാണ്. ഞാൻ ആദ്യം വണ്ടി എടുക്കുന്നതിന് മുന്നേ നമ്മളിപ്പോൾ എന്തുണ്ടെങ്കിലും ഡെയിലി വൈകിട്ട്, കാലത്തെ പ്രശ്നം വരില്ല, വൈകിട്ട് നമ്മൾ വണ്ടി എടുക്കുമ്പോൾ എപ്പോഴും അടി നോക്കുക. ഞാൻ ഈ നേരെ പോയി നോക്കി വണ്ടർ അടിയിലെങ്ങാനും കുട്ടി ഉണ്ടോ, ഒന്ന് വണ്ടർ ബാക്കിലോ ഒക്കെ നോക്കണം. ഞാൻ അത് ഒന്നിട്ടാണ് വണ്ടി എടുത്താൻ പോയത്. അങ്ങനെ വണ്ടി എടുത്ത് കറങ്ങുമ്പോൾ മലയാളികളുടെ കയ്യിൽ കുട്ടിയുണ്ട്. കുട്ടി ആകെ എന്താ പാലിൻ്റെ കളറായുള്ള കുട്ടി. ഈ ഒരു മണിക്കൂർ കൊണ്ട് കുട്ടി എന്താ പറയുക, ഒരു ഡാറിൻ്റെ കളറായി, കരിയോയിലിൻ്റെ കളറായി കുട്ടി. ആലോചിച്ച് നോക്കി. കുട്ടീനെ കണ്ടാൽ തിരിച്ചു വരണ്ടില്ല. കുട്ടി ആകെ ചോന്നിട്ട് കറുത്തിട്ട് വെയിലുണ്ടിട്ടേ എന്താ പറയുക, ആകെ ഒരു പറയണ്ട. അവസാനം ഓന് ഇന്നേയും ചീത്ത പറഞ്ഞു, ഇജ്ജ് എന്തിനാണ് ഫ്രണ്ട് ചെയ്ത് ഡോർ തുറന്നു. ഞാൻ അവരോട് പറഞ്ഞു കാരണം ഇജ്ജും തുറന്നിട്ടുണ്ട് ഞാനും തുറന്നിട്ടുണ്ട്. കാരണം നമ്മൾ രാത്രി അടക്കമുള്ളൂ. കാരണം കുട്ടി വീടിൻ്റെ അകത്താണ്. കുട്ടീനെ നോക്കുന്ന പണിക്കാരത്തിലാണ്, ഞാനല്ല. അവരുടെ കാര്യം തുറന്നു ഞാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ ഇന്നലെ പോലീസ് വന്ന് കാരണം സംസാരിച്ച് എന്താണ് കുട്ടികളിങ്ങനെ കെയർ ചെയ്യാണ്ട് ഇങ്ങനെ ഇതാക്കണം നിങ്ങൾ അങ്ങനെ കുറേ ചെയ്ത് പറഞ്ഞു. മാഡം പണിക്കാത്തികളും കൂടി ചെയ്ത് പറഞ്ഞു. ഞാനൊന്നും പറഞ്ഞു, ഞാൻ ഉണ്ടാണ്ട് കയറി പോകുന്നു. കാരണം നമ്മൾ പറയുമ്പോൾ നമുക്കിത് യാതൊരു ബന്ധവുമില്ല. കുട്ടികളെ അവർ നോക്കായിരിക്കും. നമ്മൾ വണ്ടിയിൽ കയറുക, കാര്യങ്ങളൊക്കെ നോക്കുക, അതൊക്കെ കുട്ടികളെ നോക്കണൊക്കെ അവരാണ്. എന്തിനും ശ്രദ്ധിക്കാം ഡ്രൈവർമാരെ. ശരി.